വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനഭാഗം വെളിപ്പാട് പുസ്തകം 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ മിഷണറി യാത്രയിൽ യൂറോപ്പിൽ സ്ഥാപിച്ച ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയ സഭ. ദൈവരാജ്യ ശുശ്രൂഷയിൽ പൗലോസിൻ്റെ ആവശ്യങ്ങളിൽ കൈത്താങ്ങായ ഒരു സഭയുമായിരുന്നു ഫിലിപ്പിയ സഭ. സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ ഔദാര്യം കാണിച്ച സഭയോട് വിശ്വാസയാത്രയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെ പറ്റിയും പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ ശക്തിയോടെ പ്രതിപാദിക്കുന്നു. അപ്പോസ്തലൻ്റെ ഫിലിപ്പിയിലെ പ്രവർത്തനങ്ങൾക്ക് സഹായിയായി കൂടെയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ക്ലെമന്ത്. സൗമ്യൻ, കരുണയുള്ളവൻ, ക്ഷമാശീലൻ എന്നൊക്കെയാണ് ക്ലെമന്ത് എന്ന പേരിൻ്റെ അർത്ഥങ്ങൾ. ക്ലെമന്തിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, തുണയായി നിൽക്കുന്നവൻ. ക്ലെമന്ത് ഫിലിപ്പിയ സഭക്കാരനോ ഫിലിപ്പിയ സഭയുമായി അടുത്ത ബന്ധം പുലർത്തിയ വ്യക്തിയോ ആയിരുന്നു. ഫിലിപ്പിയയിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് കഠിനമായി പ്രവർത്തിക്കുകയും ധീരമായ നേതൃത്വം നൽകിയവനും ആയിരുന്നു. മറ്റുള്ളവർക്ക് കൂട്ടായ്മയുടെ അനുഭവം പകരുന്നവനും ആയിരുന്നു ക്ലെമന്ത്. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചുള്ളതായ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ കരുതുവാനും കൂടെയുള്ള സ്ത്രീ പ്രവർത്തകരെ ചേർത്ത് നിർത്തുവാനും ക്ലെമന്ത് ശ്രമിച്ചിരുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ആദ്യത്തെ ഭാഗത്ത് ഇപ്രകാരം പറയുന്നു: സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു എന്ന്. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരുമായി ചേർന്നു പോകുന്ന സ്വഭാവമുള്ളതിനാലാണ് പൗലോസ് അപ്പോസ്തലൻ ക്ലെമന്തിനെ ഇണയാളി എന്ന് എടുത്തു പറയുന്നത്. ഇണയാകുക എന്നതും തുണയാകുക എന്നതും വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന പദങ്ങളാണ്. തെറ്റുകളോ കുറവുകളോ സംഭവിക്കുമ്പോൾ ഉപേക്ഷിച്ചു കളയുന്നതാണ് ഇന്നത്തെ ബന്ധങ്ങൾ ഏറെയും. എന്നാൽ ആ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി ചേർത്ത് നിർത്തണമെങ്കിൽ അതിന് ദൈവകൃപ ആവശ്യമാണ്. ഇവിടെ തൻ്റെ കൂട്ടുവേലക്കാരായ യുവോദ്യയെയും സുന്തുകയെയും ഐക്യത്തിൽ നിർത്തുവാനും അവർക്ക് തുണയായി അഥവാ അവർക്ക് കാവലാളായി നിലകൊള്ളുവാനും ക്ലെമന്തിന് സാധിച്ചു. രണ്ടാമതായിട്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ. ക്ലെമന്തിൻ്റെ സാക്ഷ്യ ജീവിതം കണ്ട പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ വലിയ സാക്ഷ്യമാണ് പറയുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, അതായത് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വലിയ ഒരു ആത്മീയ ബഹുമാനമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ക്ലെമന്തിന് നൽകുന്നത്. ശാശ്വതമായ ഒരു പ്രതിഫലം ആണ് ഇത്. ഭൂമിയിലെ പ്രശസ്തിയേക്കാൾ ജീവപുസ്തകത്തിലെ പേര് പ്രധാനമാണ്. ദൈവസന്നിധിയിലെ ഒരു ആത്മീയ രേഖയാണിത്. രക്ഷിക്കപ്പെട്ടവരുടെ അഥവാ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരുടെ പേരുകൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിൽ പേര് ലഭിക്കാത്തവർ ന്യായവിധി ദിവസത്തിൽ നിത്യശിക്ഷയ്ക്ക് യോഗ്യരായിത്തീരും. പ്രിയ ദൈവജനമേ, ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്ന നാം ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണോ? എങ്ങനെ നമുക്കതിന് സാധിക്കും? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യേശുവിനെ കർത്താവ് എന്ന വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്ന്. അങ്ങനെയെങ്കിൽ ക്ലെമന്തിനെ പോലെ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരായി ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ന്യായവിധി നാളിൽ നിത്യശിക്ഷയ്ക്ക് ഓഹരിക്കാരാകാതെ അവിടുത്തെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി അങ്ങേ മുഖാമുഖം കാണുവാൻ ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.